സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെ ഒന്നും അച്ഛനല്ല. അത് ഓർത്തു വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ വന്നിട്ട് ഇന്ന് ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജസ്ന സലീം. ആ പേരാരും മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷ്ണനെ വരക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന പേരിൽ ഒരു കാലത്ത് വൈറലാവുന്നു. പിന്നീട് അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ എയറിലാവുകയും ചെയ്തിരുന്നു. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നൊരു പേജ് തന്നെ യൂട്യൂബില് ഇവർക്കായിട്ടുണ്ട്. ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടലായിരുന്നു പുള്ളിക്കാരിയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് പതിയെ പതിയെ മനസ്സിലാകാൻ തുടങ്ങി ഈ സ്ത്രീ ഇതും വെച്ച് മുതലെടുക്കുകയാണെന്ന്. കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഇവര് കാണിച്ചു കൂട്ടുന്നത് അന്മാതിരി പരിപാടികളല്ലേ. ബർത്ത്ഡേയോടൊന്ന് ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു, നിരന്തരമായി അവിടെ ചെന്ന് റീൽസ് എടുക്കുന്നു, എന്നിട്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുചെന്ന് തട്ടുന്നു. ഇതിങ്ങനെ നിരന്തരമായി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇവര് മുതലെടുപ്പ് നടത്തുവാണെന്ന്. എന്തായാലും ഇതോടെ എന്താക്കി എല്ലാവരും പലരും ചെന്ന് പുള്ളിക്കാരിക്കെതിരെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പുതിയ നിയമം വരെ വന്നു. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് റീൽസ് ചിത്രീകരണം പാടില്ല. വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും മതാചാരങ്ങൾ നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വിവാഹമോ മറ്റോ നടക്കുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോസ് എടുത്തോ. ഇതല്ലാതുള്ള സമയത്ത് ഫോട്ടോസ് എടുക്കലോ റീൽസ് എടുക്കലോ ഒന്നും പാടില്ല. എന്താ അല്ലേ, പണ്ടൊക്കെ പലരും ഒരു കുഴപ്പമില്ലാതെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരുന്നതാണ്. ഇപ്പൊ ഈ സ്ത്രീയുടെ തോന്നിവാസം കാരണം ഇപ്പൊ അതും ഇല്ലാണ്ടായി. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ജസ്ന സലീം അടങ്ങിയിരുന്നില്ല കേട്ടോ. പുള്ളിക്കാർക്ക് എങ്ങനെയെങ്കിലും അറ്റൻഷൻ പിടിച്ചു പറ്റണമല്ലോ. അങ്ങനെ പുള്ളിക്കാരി എന്താക്കി, സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല, അത് വേറെ കാര്യം. പുള്ളിക്കാരിക്ക് പൊതുവെ റീച്ച് കുറവാണ്. വന്ന് ഗുരുവായൂരിലെ ഉത്സവത്തിന്റെ സമയത്ത് കെ നടപുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണന്റെ വിഗ്രഹത്തിന് ഒരു കടലാസമാല അണിയിച്ചുകൊണ്ട് ജസ്ന സലീം ഒരു വീഡിയോ അങ്ങെടുത്തു. അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് പലരും കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇപ്പൊ പുള്ളിക്കാരിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജാമ്യമുള്ള വകുപ്പാണ്. ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ല. ഇങ്ങനെ ആകുന്ന ഒരു സമയത്ത് പുള്ളിക്കാരിയുടെ തോന്നിവാസത്തിന് ഒരു തിരിച്ചടിയാകുമെന്ന് മാത്രം. എന്തായാലും കഴിഞ്ഞ മാസം ഗുരുവായൂരിൽ ചെന്ന് കൃഷ്ണന്റെ മുകളിൽ കടലാസമാലയൊക്കെ അണിയിച്ച് വീഡിയോ പ്രചരിപ്പിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിൽ ജസ്ന സലീമിന് വലിയ രീതിയിലുള്ള വിമർശനം തന്നെ നേരിടേണ്ടി വന്നു. അന്നേരം ജസ്ന സലീം ചെയ്ത വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ അതെ, ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല. പക്ഷെ തോന്നിയാസം കാണിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഒന്ന് ഓർമ്മിപ്പിച്ചോന്ന് മാത്രം, ബാക്കി കൂടെ കേൾക്കാം. ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും, അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്ന സലീം വീഡിയോ എടുക്കരുത് എന്നല്ല പറഞ്ഞത്, അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം ഉണ്ട്. എന്താണല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നോട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും കണ്ടില്ലേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഞാൻ ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യുന്നത്. അതെ, അത് ശരിയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്ത് അതിന് മാപ്പം പറഞ്ഞ് എന്നിട്ട് വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ജസ്ന സലീം തന്നെ പറ. ജസ്ന ഇപ്പൊ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു വട്ടം ജസ്ന ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് ഓരോരോ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത് കാരണം പല വിമർശനങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ ജസ്ന തന്നെ ലൈവിൽ വന്ന് എല്ലാവരോടും മാപ്പ് പറഞ്ഞതാണ് അല്ലേ. ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ വീണ്ടും അതെടുത്ത് കാണിക്കുന്നില്ല. ഞാൻ കാരണം വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കരഞ്ഞു പറഞ്ഞ് ജസ്ന സലീം പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പണ്ട് ചെയ്ത അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. വന്നു നിന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കഥാപ്രസംഗം നടത്തുകയാണ്. പിന്നെ ജസ്ന സലീം അമ്പലത്തിനുള്ളിലേക്ക് വീഡിയോ എടുക്കുന്നതിന് പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ഒരുപോലെ ബഹിഷ്കരിച്ച ഒരാളാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനൊന്നും പറഞ്ഞുണ്ടാക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ബാക്കി കൂടെ കേൾക്കാം. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണ് തെറ്റായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസുമാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും
സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്തു വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം. ഓക്കെ, വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം. ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ കണ്ണൻ ഇറങ്ങി വരുന്ന വീഡിയോ നാളെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വരുമെന്ന് ആ ലെവലിലാണ് സംസാരം. എന്തായാലും നൈസായിട്ട് പുള്ളിക്കാരി വിശ്വാസികളുടെ തന്തയ്ക്ക് വിളിച്ചു. വെറുതെ അല്ല, അതിനൊരു തിരിച്ചടിയായിട്ട് ഇത് കണ്ടാൽ മതി. ഏത് മതമാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോ മുസ്ലിംസിന്റെ ഇടയിലായെങ്കിലും ഹിന്ദുക്കൾക്കിടയിലാണെങ്കിലും ക്രിസ്ത്യാനികൾക്കിടയിലാണെങ്കിലും. നിങ്ങൾ നേരെ തിരിച്ചിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് ഒരു ഹിന്ദു പെണ്ണ് കണ്ട മുസ്ലിം പള്ളികളിലൊക്കെ കയറി ഇറങ്ങി ആ പള്ളിയുടെ ഉള്ളിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയെന്ന് വിചാരിക്കാം. പുള്ളിക്കാരി ഇങ്ങനെ വന്നിരുന്ന് പറയാണ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഞാനും അള്ളാഹുവും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരു പരിധി വരെ മുസ്ലിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാനാവില്ല. അതേപോലൊക്കെ തന്നെയാണ് ഇതും. ഇതാണെങ്കിൽ തട്ടമൊക്കെ ഇട്ട് ഗുരുവായൂരിന്റെ അമ്പലത്തിനുള്ളിലേക്ക് ഓടിച്ചെല്ലുക, അവിടെ വെച്ച് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഇത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മതസ്പൃദ്ധ വളർത്തുകയാണ്. അല്ലെങ്കിൽ ഇവിടെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിയാണ്, അത് വേറെ കാര്യം. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഓരോരുത്തരെ വളർത്തി വിട്ട് കഴിഞ്ഞാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിലവിലെ ജസ്ന സലീമിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുക. ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുക അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് കൂടെ പണി കൊടുക്കുന്ന ഏർപ്പാടാണ് ജസ്ന സലീം ചെയ്തു വെച്ചിരിക്കുന്നത്. കലാപാഹ്വാനത്തിനെതിരെയാണ് കേസെടുത്ത് വെച്ചിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കേസ് വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പുള്ളിക്കാരിയെ കേറ്റരുത് എന്നൊരു കോടതി വിധി വരണം. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കും. അതല്ലാണ്ട് ഇവിടെ കുറെ ശിക്ഷിച്ചിട്ടോ ഫൈൻ അടപ്പിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഇത്തരം കേസുകളിൽ ഈ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്തായാലും കഴിഞ്ഞില്ല കേട്ടോ. ജസ്ന സലീം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് ഇന്ന് ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാവ് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ളച്ചേച്ചിക്കും പുള്ളച്ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. ഒരു പൊട്ടും കുറച്ച് സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ ഹിന്ദു ആകുമെന്ന് ജസ്നയോട് ആരാണ് പറഞ്ഞത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ ഇവരുടെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഞാൻ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ മതം മാറാൻ വരെ തയ്യാറാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എന്റെ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം. അതാണ് ഇവിടെ പുള്ളിക്കാരി പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതേ ജസ്ന തന്നെ 2 മാസം മുന്നേ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ കണ്ടുനോക്കാം. ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത്? വിഷുവിന്റെ അന്ന് ഉണ്ടാവും. ഏപ്രിൽ 14-ാം തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ ആവോ? അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്നെ വെള്ളി വിളിച്ചിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് ഗുരുവായൂർ അമ്പലം നടയിൽ പോകണം കേട്ടോ. ഇങ്ങനെയൊക്കെ കേസ് വന്ന സ്ഥിതിക്ക് ഒന്ന് പോകേണ്ടതാണ്. എന്നിട്ട് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഒരു മാലയും കൂടി ഇട്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കണം. ഒരു സെൽഫി തന്നെ ആയിക്കോട്ടെ. അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടണം കേട്ടോ. ഇത് ഒരു ചലഞ്ചായിട്ട് എടുക്ക് ജസ്ന. എന്തായാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇവര് നന്നാവാൻ പോണില്ല. ജസ്ന ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. പകല് പോലെ വ്യക്തമാണ് റീച്ചിന് വേണ്ടിയാണ് ഇവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന്. ഇപ്പം എല്ലാവരും ഇത് കാണുമ്പോൾ ഓർക്കും, എന്തിനാണ് പിന്നെ ഇത് നീ എടുത്ത് കണ്ടന്റ് ആയിട്ട് ഇട്ടതെന്ന്. എന്തായാലും ഈ ഒരു സംഭവം കേസായ സ്ഥിതിക്കും വാർത്തയായ സ്ഥിതിക്കും ഞാൻ ഇതെടുത്ത് സംസാരിച്ചു എന്ന് മാത്രം. പിന്നെ ജസ്നയുടെ പിന്നാലെ വണ്ടിയെടുത്ത് കൂടുന്നവർക്ക് ഒരു അവയർനെസ് ആവുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.